കേരളത്തിന്റെ തനത് രുചിയിൽ തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള വാളൻപുളി കൊണ്ടുള്ള ഒരു ചട്നിയാണ് ഇന്ന് ഇവിടെ തയ്യാറാക്കുന്നത്. ഇതൊരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പൂർണ്ണമായിട്ട് ഒന്ന് കാണാൻ ശ്രമിക്കുക. ഇത് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഏകദേശം ഒരു 250 ഗ്രാം വാളൻപുളിയാണ് എടുത്തിരിക്കുന്നത്. ഇതിന്റെ നാരും കുരുവും എല്ലാം കളഞ്ഞ് വൃത്തിയാക്കിയതിനു ശേഷം ഇനി ഇതിനകത്തേക്ക് ഏകദേശം ഒരു 1.5 കപ്പ് വെള്ളം നമുക്ക് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഒരു സ്പൂൺ വെച്ച് ഇത് നല്ലതുപോലെ ഒരു 3 മിനിറ്റ് സമയം ഒന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം ഒരു 3 മിനിറ്റ് സമയം ആകുമ്പോൾ തന്നെ ഈ ഒരു വാളൻപുളി നല്ലപോലെ ക്രീമായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായി കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടണിൽ അമർത്തിയതിനു ശേഷം ഓൾ എന്ന ബട്ടണിൽ അമർത്തിയാൽ തുടർന്നുള്ള എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പം നമ്മുടെ ആ ഒരു പിഴുപുളിയെല്ലാം നല്ല ക്രീം പരുവായിട്ട് വന്നിട്ടുണ്ട്. ഇതിനെ ഒരു അരിപ്പയിലൂടെ നമുക്കൊന്ന് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കണം. ഈ പിഴുപുളിയുടെ നാരും അതുപോലെ തന്നെ ഇതിന്റെ വേസ്റ്റും എല്ലാം ഒന്ന് പരിപൂർണമായിട്ട് മാറ്റി എടുത്തതിന് ശേഷം ഈ ഒരു ക്രീം മാത്രമാണ് നമ്മൾ ഈ ഒരു ചട്നി തയ്യാറാക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് വീട്ടിൽ തയ്യാറാക്കി നോക്കുക. വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു ചട്നി ഒരുപക്ഷെ നമ്മുടെ കേരളക്കാർ അപൂർവമായിട്ടായിരിക്കും ഇത് അറിയാൻ സാധ്യത. പക്ഷെ വളരെ രുചികരമായിട്ടുള്ള ഈ ഒരു അച്ചാർ നോർത്ത് ഇന്ത്യക്കാർ വളരെയേറെ തയ്യാറാക്കി ഉപയോഗിക്കുന്ന ഏറ്റവും നല്ലൊരു ചട്നി തന്നെയാണിത്. അധികം ചിലവില്ല, അധികം സാധനങ്ങൾ ഇതിനകത്ത് ഉപയോഗിക്കുന്നില്ല. പിന്നെ 1-2 സാധനങ്ങൾ ഞാൻ ഇതിനകത്ത് നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം അത് നോർത്ത് ഇന്ത്യക്കാർക്ക് മാത്രം ഇഷ്ടപ്പെടുന്ന ചില മസാലകളാണ്. നമുക്ക് നമ്മുടെ കേരളത്തിന്റെ സ്റ്റൈലിൽ തന്നെയാണ് ഞാനിത് തയ്യാറാക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത്? അപ്പൊ അതിനുവേണ്ടി ഇവിടെ സ്റ്റൗവിന് മുകളിൽ ഒരു പാത്രം വെച്ചു കൊടുക്കുക. ഞാനിവിടെ എടുത്തിരിക്കുന്ന ഒരു നോൺ സ്റ്റിക്ക് പാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം ഈ വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നു കഴിയുമ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി, ചെറുതായി അരിഞ്ഞ ഇഞ്ചി, ചെറുതായി അരിഞ്ഞ പച്ചമുളക്, ഇത് മൂന്നും കൂടെ നമുക്ക് ഈ ഒരു വെളിച്ചെണ്ണയ്ക്കകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അല്പസമയം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഏകദേശം ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഈ ഒരു വെളുത്തുള്ളിയും ഇഞ്ചിയും പച്ചമുളകും ഇതൊരു നേരിയ ഫ്രൈ ആയി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പൊ ഏകദേശം നേരിയ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനി ഇതിനകത്തേക്ക് മസാലപ്പൊടികളാണ് ചേർത്ത് കൊടുക്കുന്നത്. 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഇത് രണ്ടും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടിയുടെ ഒരു പച്ച ചുവയ്ക്ക് ഒന്ന് മാറുന്നത് വരെ വേണം ഇതിനി ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഒപ്പം തന്നെ നമ്മൾ നേരത്തെ ഇട്ടുകൊടുത്ത വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് ഇവയും ആ ഒരു മസാലപ്പൊടിയും തമ്മിൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി വരുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ അത് കറക്റ്റായിട്ട് മിക്സ് ആയി വന്നിട്ടുണ്ട്. ഇനിയാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പിഴുപുളിയുടെ ക്രീം ഒഴിച്ചു കൊടുക്കേണ്ടത്. ആദ്യം നമുക്ക് ഇതിനകത്ത് ഒരു 1/2 കപ്പ് ക്രീം മാത്രം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. സ്വല്പ സമയം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം പിന്നീട് നമുക്കൊരു സ്വല്പം കൂടി പിഴുപുളിയുടെ ക്രീം ഒന്ന് ഇതിനകത്തേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇപ്പൊ ഇത്രയും ക്രീം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ആ ഒരു മസാലയും അതുപോലെ തന്നെ പിഴുപുളിയുടെ ക്രീമും ഇവ തമ്മിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആയി വരുന്നത് വരെ വേണം ഇതൊന്ന് ഇളക്കി കൊടുക്കേണ്ടത്. ഒപ്പം ഒരു ചെറിയ തിള വന്നു കഴിയുമ്പോൾ നമുക്കിനി ഇതിനകത്തേക്ക് ഏറ്റവും മെയിനായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് ഉണ്ട ശർക്കരയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പൊ ഞാനിവിടെ ഏകദേശം ഒരു 50 ഗ്രാം ഉണ്ട ശർക്കര ചീകി എടുത്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഇത്രയും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഏകദേശം ഒരു 3 സ്പൂൺ ഉണ്ട ശർക്കര ഇതിനകത്തേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കുക. ഉണ്ട ശർക്കരയും കൂടെ ചേർത്ത് കൊടുത്ത് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ആ ഒരു മസാലയും ആ ഒരു ഉണ്ട ശർക്കരയും തമ്മിൽ നല്ലതുപോലെ ഒന്ന് മിക്സ് ആകുന്നത് വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം ഇതിന്റെ ഒരു പ്രത്യേകത പറഞ്ഞാൽ എരിയും പുളിയും മധുരവും ഇതെല്ലാം കൂടി കൂടിക്കലർന്ന ഒരു രസകരമായിട്ടുള്ള ഒരു ടേസ്റ്റാണ് ഈ ഒരു ചട്നിക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഉണ്ട ശർക്കരയൊക്കെ ഇതുപോലെ ഇട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി ഇതിനകത്തേക്ക് നമുക്ക് അല്പം വെള്ളം കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുക. ഈ വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു നേരിയ തിള വരുന്നത് വരെ വേണം ഇത് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്.
അപ്പൊ ഒരു നേരെ തിള വന്നതിന് ശേഷം പിന്നീട് ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പൊ നേരത്തെ നമ്മൾ ഉണ്ട ശർക്കര ചേർത്ത് കൊടുത്ത്, പക്ഷെ ഇവിടെ നമുക്ക് പഞ്ചസാര ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കേണ്ട കാര്യമില്ല. ഏകദേശം ഒരു 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഒരു പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. തീർച്ചയായും നിങ്ങൾക്കൊക്കെ ഇത് വളരെയേറെ ഇഷ്ടപ്പെടുന്ന ഒരു രുചി തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത് വീട്ടിലൊന്ന് തയ്യാറാക്കി നോക്കുക. കപ്പ, കാച്ചിൽ, ചേമ്പ് എന്ന് തുടങ്ങിയ പുഴുക്കളോടൊപ്പം ഇത് കഴിക്കാൻ ഏറ്റവും നല്ല ഒരു ചട്നി തന്നെയാണിത്. ഇനി ഇതുപോലെ നല്ലതുപോലെ ഒന്ന് തിളച്ച് ഇതിനകത്തുള്ള ആ ഒരു വെള്ളത്തിന്റെ അംശങ്ങളെല്ലാം നല്ലതുപോലെ ഒന്ന് വറ്റി വരുന്നത് വരെ വേണം നമുക്കിത് സ്റ്റൗവിൽ വെച്ച് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കേണ്ടത്. കാരണം ഇതെന്ന് വെച്ചാൽ ഒരു ക്രീം രീതിയിലുള്ള ഒരു ചട്നിയാണിത്. ഇപ്പൊ ഇത് ഒരുമാതിരി നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഇനിയും ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് 1.5 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പൊ 1.5 സ്പൂൺ കുരുമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിനകത്ത് പ്രത്യേകിച്ച് നമ്മൾ മറ്റുള്ള യാതൊരുവിധ മസാലകളും ചേർക്കുന്നില്ല. ഇനി ഇത് നല്ലതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു വെള്ളത്തിന്റെ അംശങ്ങളെല്ലാം നല്ലതുപോലെ ഒന്ന് വറ്റി ഇത് നല്ല ക്രീമായിട്ട് വരുന്നത് വരെ നമുക്ക് ഇതൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. ഇപ്പൊ ഏകദേശം നമുക്ക് അധികം സമയം ഒന്ന് സ്റ്റൗവിൽ വെച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ ആ ഒരു ചട്നി റെഡിയായി വന്നിട്ടുണ്ട്. സ്വല്പം കൂടി ഒന്ന് വെള്ളമൊക്കെ ഒന്ന് വറ്റിക്കുന്നതിന് വേണ്ടി ഒരു 2 മിനിറ്റ് സമയം കൂടി മാത്രം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പൊ ഏകദേശം എല്ലാം അതിന്റെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഇത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിലുള്ള ഒരു കേരളത്തിന്റെ തനത് മസാലയിൽ തന്നെ തയ്യാറാക്കിയ ഈ ഒരു ചട്നി. തീർച്ചയായിട്ടും നിങ്ങളൊന്ന് തയ്യാറാക്കുക. ഇതിന് സ്റ്റൗവിൽ നിന്ന് ഇറക്കി വെക്കുക. അതിനുശേഷം നമുക്ക് ഇതിന് ഒരു പാത്രത്തിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കുക. അപ്പൊ നിങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പാത്രത്തിലേക്ക് ഇതൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത്. പിന്നീട് നിങ്ങൾക്ക് ഈർപ്പായം ഒട്ടും തന്നെ ഇല്ലാത്ത ഒരു കുപ്പി ഭരണിക്കകത്ത് ഇത് അടച്ചു വെച്ചാൽ നിങ്ങൾക്ക് മാസങ്ങളോളം നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എനിക്കൊന്ന് ലൈക്ക് ചെയ്യുക, ഒപ്പം ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് വിമർശനം ഉണ്ടെങ്കിൽ അതും എന്റെ കമന്റ് ബോക്സിൽ അറിയിക്കുക.